ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു എന്നും പറയുന്ന പോലെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇത് ആരുടെ ഒരു ചുരുക്കിൻ്റെ രഹസ്യമാണ് തപ്പിപ്പിടിച്ച് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തമ്പനയിൽ കണ്ടപ്പോൾ. അപ്പം എന്തായാലും നമുക്ക് ജാസ്മിൻ ജാഫറിൻ്റെ ആ ഒരു ചുരുക്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഭംഗിയുടെ രഹസ്യം എന്താണെന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ജാസ്മിൻ ജാഫർ. വീഡിയോസൊക്കെ എന്താണെന്നറിയില്ല, വീഡിയോസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്തായാലും നമുക്ക് ഓട്സ് വെച്ചിട്ടുള്ളത് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് എന്നുള്ളത്. കാരണം ഞാൻ മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓട്സിൻ്റെ ഒരു ഫേസ് പാക്ക് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കിടിലും റിസൾട്ടാണ് കേട്ടോ. ഞാൻ അത് ചുമ്മാ പറയുന്നത് ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ പറയുന്നതല്ല, അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജാസ്മിൻ ജാഫർ ചെയ്യുന്ന ആ ഒരു രീതിയിൽ ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ക്ലെൻസിങ് ആണ് കേട്ടോ. അതിനായിട്ട് ഓട്സ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റോ മിൽക്കും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ക്ലെൻസിങ് ആണ് നമ്മൾ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ നന്നായിട്ട് ഫേസിലൊന്ന് ക്ലെൻസിങ് ചെയ്ത് കൊടുക്കാം. വായൊക്കെ എന്തോ പോയി. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓൾറെഡി ഞാൻ ഒരു ഓട്സിൻ്റെ ഒരു ഫേസ് പാക്ക് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഓട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പം അറിയുണ്ടാവും, അടിപൊളി റിസൾട്ട് തരുന്ന സംഭവമാണ് ഇത്. നമ്മൾ ഈ ക്ലെൻസിങ് ചെയ്യണ എന്തിനാന്ന് വെച്ചാൽ അറിയുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ക്ലെൻസിങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്സും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ആയി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഓപ്പൺ പോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്തൊരു ഫേസ് പാക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്ക്രബ് ആയിക്കോട്ടെ, എന്തായാലും നമ്മൾ ക്ലെൻസിങ് ആയാലും നമ്മൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് ഉരച്ചങ്ങ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ ഫേസിൽ ക്ലെൻസിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ നെക്സ്റ്റ് സംഭവം എന്ന് വെച്ചാൽ സ്ക്രബിങ് ആണ്. ഇതിനായിട്ട് സെയിം നമ്മൾ ഓട്സ് തന്നെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുക. പിന്നെ റോസ് വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തേൻ മാത്രമായിട്ടുണ്ടെങ്കിൽ സ്കിൻ ഇങ്ങനെ വലിഞ്ഞ് മുറുകുന്ന പോലെ ഫീൽ ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് റോസ് വാട്ടർ ആഡ് ചെയ്തത്. ഇതുപോലെയാണ് കേട്ടോ സ്ക്രബ് ഇരിക്കുന്നത്, ഇതുപോലെയാണ്. അപ്പോൾ ഇത് ഇനി നമുക്ക് ഫേസിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും പതിയെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ മൂക്കിൻ്റെ സൈഡ് അതുപോലെ ലിപ്പിൻ്റെ താഴേക്ക് ആയിട്ടാണ് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് അതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒരു മസാജിങ് പോലെ നന്നായിട്ട് ഉരച്ച് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ സ്ക്രബ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ സ്ക്രബും കഴിഞ്ഞ് പോയിട്ടുണ്ട്. എന്തായാലും ഷോളിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ക്രബിങ് നമ്മുടെ ക്ലെൻസിങ്ങും അതേപോലെ തന്നെ സ്ക്രബിങ്ങും കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി ഒരു ഡിഫറൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്കിയേ, കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റൻ ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഷോളിലൊക്കെ കണ്ടു ഗൈസ്. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ഒരു പാക്കാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ കടലമാവ് വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, എനിക്ക് തോന്നുന്നു ആദ്യമുള്ള ആൾക്കാരൊക്കെ കടലമാവ് വെച്ചിട്ടാവും ചിലപ്പം ഫേസ് പാക്ക് റെഡിയാക്കുന്നതും അതാവും. അപ്പോൾ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതേപോലെ നമ്മുടെ കരിവാളിപ്പ് പോകാൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ആ ഒരു പാക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കടലമാവാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. അപ്പോൾ ഇത് റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് റോസ് വാട്ടറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റോസ് വാട്ടർ അലർജിയോ കാര്യങ്ങളോ ഉള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ
അത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് സൂട്ടാവുന്നത് ചിലപ്പം നമുക്ക് ടൊമാറ്റോ ജ്യൂസ് അതേപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോ ജ്യൂസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഭയങ്കര റിസൾട്ട് തരുന്ന സംഭവമാണ്. അപ്പോൾ അത് വേണം. നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ സൂട്ടാവുന്നത് അത് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു പാക്ക് ഇട്ട് കൊടുത്തിട്ട് അയ്യോ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയാതിരിക്കുക. കാരണം നമ്മുടെ സ്കിന്നിന് സൂട്ടായതാവില്ല ചിലപ്പോൾ നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ നമ്മൾ എന്തൊരു പാക്ക് ട്രൈ ചെയ്യുമ്പോഴും ജാസ്മിൻ ജാഫർ നമ്മുടെ ഈ വീഡിയോയിലെല്ലാം അവരുടെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു പാക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു 1 മന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അത് ഫോളോ ചെയ്യുക. എന്നിട്ട് നമുക്ക് പയ്യെ അത് അതിൽ നിന്ന് മാറാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനും ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നു ഗൈസ്. കാരണം നമ്മളൊരു ഫേസ് പാക്ക് നമ്മൾ എന്താ പറയുക 2 ദിവസമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് നമ്മളെ സ്കിൻ സോബ് ചെയ്തിട്ട് സ്കിന്നുമായിട്ട് അതൊന്ന് ടച്ച് ആവണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നത്. അല്ലാതെ നമ്മൾ ഒരു ദിവസം 2 ദിവസമൊക്കെ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് മാക്സിമം നമുക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആകുമ്പോഴത്തേക്കും വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഓക്കെ, മാക്സിമം ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഡ്രൈ ആയി വരും കേട്ടോ. അപ്പോൾ നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം. പിന്നെ ഞാൻ ലൈവ് റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വെള്ളമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിസൾട്ട് എന്തായാലും നിങ്ങൾ ലൈവായിട്ട് തന്നെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞ് ഡ്രൈ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് എന്താ പറയുക ഇങ്ങനെ വലിഞ്ഞ് മുറുകിയ പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരിട്ട് അങ്ങ് വാഷ് ഔട്ട് ചെയ്ത് കളയാണ്ടിരിക്കുക കേട്ടോ. കാരണം സ്കിന്നിന് ചുളിവുകൾ വരാൻ വേണ്ടിയിട്ടും അല്ലാന്നുണ്ടെങ്കിൽ പിമ്പിൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഡാമേജ് വരാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ വാഷ് ഔട്ട് ചെയ്ത് കളയുന്ന റിസൾട്ട് കണ്ടിട്ട് ഞാൻ തന്നെ ആകെ അന്തം വിട്ടുപോയിട്ടോ. കാരണം ഭയങ്കര റിസൾട്ടായിരുന്നു കേട്ടോ. സൂപ്പറാണ്. കാരണം ഇത് ഫിൽറ്ററാണ്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ മേക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊന്നും ആരും പറയണ്ട. കാരണം നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൻ്റെയും ഫേസിൻ്റെ ആ ഒരു കളർ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സൂപ്പറായിട്ട് വർക്കിംഗ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.